അടുത്തതായി നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ജനറ എന്ന് പറയുന്നത് സർഗാസമാണ്. സർഗാസം എന്ന് പറയുന്നത് ബ്രൗൺ ആൽഗയിലെ വൺ ഓഫ് ദ ഹയസ്റ്റ് വേർഷൻസ് ആണ്, അല്ലെങ്കിൽ ഹയസ്റ്റ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള താലസ് ആണ്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്ലാന്റിനെ പോലെ തന്നെ ഉണ്ടാകും. ഇറ്റ് ഹാസ് ലീഫ് ലൈക്ക് സ്ട്രക്ചർ, സ്റ്റെം ലൈക്ക് സ്ട്രക്ചർ, റൂട്ട് ലൈക്ക് സ്ട്രക്ചർ ആൻഡ് ഫ്രൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് എല്ലാം ഉള്ള ഒരു പ്ലാന്റ് ആണ് സർഗാസം എന്ന് പറയുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. സീയില് അല്ലെങ്കിൽ ഓഷൻസിൽ നമുക്ക് ഇങ്ങനെ ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ട് കാണാൻ പറ്റും. അറ്റാച്ച്ഡ് ആയിട്ട് കാണപ്പെടുന്ന പ്ലാന്റ് ആണ്. ഓഷൻസ് കറണ്ട് കാരണം ഇത് ഡിറ്റാച്ച്ഡ് ആയിട്ട് ഇങ്ങനെ കാണുന്നതാണ്. മാത്രമല്ല പല സ്ഥലങ്ങളിലും ഇതിങ്ങനെ സീ ഷോസിൽ അടിഞ്ഞുകൂടി കിടക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ക്ലാസ് ഫിയോഫൈസിയെ, ഓർഡർ ഫ്യൂക്കേൽസ്, ഫാമിലി സർഗാസേസിയെ, ജീനസ് സർഗാസം. സർഗാസം എന്ന് പറയുന്നത് ഒരു സ്പാനിഷ് വേർഡിൽ നിന്നും ഉണ്ടായതാണ്, സർഗാസോ എന്ന് പറയുന്നത്. ആൻഡ് ഇതിനെയാണ് നമ്മൾ കോമൺ ആയിട്ട് സീ വീഡ് എന്ന് പറയുന്നത്. അറൌണ്ട് 150 സ്പീഷീസുകളോളം ഉണ്ട്. അതിൽ 16 സ്പീഷീസുകൾ ഇന്ത്യയിൽ കാണപ്പെടും. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ടെമ്പറേറ്റ്, സബ് ട്രോപ്പിക്കൽ, ട്രോപ്പിക്കൽ റീജിയൻസ് ഓഫ് നോർത്തേൺ ആൻഡ് സദേൺ ഹെമിസ്ഫിയർ. ഇറ്റ് ഈസ് ഓൾസോ കോമൺ ഇൻ ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ ഏരിയകളിലെല്ലാം നമുക്കിതിനെ കാണാൻ പറ്റും. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് സർഗാസോ സീ എന്നുള്ള പേരിൽ. അതായത് കടലിൽ ഇങ്ങനെ നിറഞ്ഞ് ദൂരത്തോളം കിലോമീറ്റേഴ്സുകളോളം ഇങ്ങനെ സർഗാസം ഇങ്ങനെ ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ സർഗാസം ഫിലിപ്പെൻഡുല എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ജീനസ് ഇങ്ങനെ ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ട് കാണാൻ സാധിച്ചു എന്ന് അത് ഡിസ്കവർ ചെയ്തത് കൊളംബസ് ആണ് 1492 ഇന്ത്യയിലെ പോർബന്ദർ, ബോംബെ, ഓക്ക, ലക്ഷദ്വീപ് ഐലൻഡ്, നമ്മുടെ കേരളത്തിലുമൊക്കെ സർഗാസം കാണുവാൻ സാധിക്കും. ഇതാണ് സർഗാസോ സീ. ഇങ്ങനെ അറ്റാച്ച് ചെയ്തായിരിക്കും കാണപ്പെടുക. പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആണ്. ഇറക്റ്റ് ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള താലസ് ആണ്. ഇവിടെ നമുക്ക് പ്ലാന്റ് ബോഡിയെ ഒരു ബേസിൽ ആയിട്ടുള്ള ഹോൾഡ് ഫാസ്റ്റും എക്സ്പാൻഡ് ആയിട്ടുള്ള ലീഫി, സെൻട്രൽ, മെയിൻ ആക്സിസ് തുടങ്ങിയവയായിട്ടാണ് കാണാൻ സാധിക്കുക. ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയുന്നത് ഡിസ്കോയിഡ് ആയിട്ടായിരിക്കും. ഇത് വെച്ചിട്ടായിരിക്കും ഇത് അറ്റാച്ച് ചെയ്യുക. എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്തിട്ട് കാണും. മെയിൻ ആക്സിസ് ഒരു 10 to 50 സെന്റിമീറ്റർ നീളവും കാണുമായിരിക്കും. പിന്നെ ഒരു മെയിൻ ആക്സിസിൽ നമ്മൾ ഒരു ചെടിയിൽ എങ്ങനെയാണോ ബ്രാഞ്ചസും ലീഫും ഉണ്ടായിരിക്കുക അതുപോലെ സ്പൈറലി ആയിട്ട് അറേഞ്ച് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. ഫില്ലോടാക്സി എന്ന് പറയുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ്. അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 5 എന്നുള്ള രീതിയിലായിരിക്കും ലീവ്സുകൾ അല്ലെങ്കിൽ ബ്രാഞ്ചസുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കാണിക്കും. അൺലിമിറ്റഡ് ഗ്രോത്ത് കാരണം ഈ പ്രൈമറി ലാറ്ററൽസിനെ നമ്മൾ ലോങ് ഷൂട്ട്സ് എന്ന് വിളിക്കും. ഇതില് മെയിൻ ആക്സിസ് ഉണ്ടായിരിക്കും. പ്രൈമറി ലാറ്ററൽസ് എന്ന് പറയുന്ന സൈഡ് ആയിട്ടുള്ള ലോങ് ഷൂട്ട്സും ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള ലോങ് ഷൂട്ട്സുകളും ഉണ്ടായിരിക്കും. അവിടെ ഫ്ലാറ്റ് ആയിട്ടുള്ള ലീഫി സ്ട്രക്ചേഴ്സ് കാണും. ഇവിടെ നമ്മൾ ഇതിനെ സെക്കൻഡറി ലീവ്സ് അല്ലെങ്കിൽ സെക്കൻഡറി ലാറ്ററൽസ് അല്ലെങ്കിൽ ലീവ്സ് എന്ന് വിളിക്കും. ലീവ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. ഫ്ലാറ്റ് ഡെൻഡേറ്റും സെറേറ്റും ആയിട്ടുള്ള മിഡ്രിബോർഡ് കൂടിയ അല്ലെങ്കിൽ എൻറ്റയർ മാർജിൻസ്, സിമ്പിൾ ആയിട്ടുള്ള മാർജിൻസ് അല്ലെങ്കിൽ സെറേറ്റഡ് മാർജിൻസ്. റൈറ്റ് സൈഡിൽ കാണുന്നത് സെറേറ്റഡ് മാർജിൻസ് ആണ്. ഇത് ഒരു ചെറിയ തോതിലുള്ള എൻറ്റയർ മാർജിൻ ആണ്. സോ ഇങ്ങനത്തിലുള്ള ലീവ്സുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ചില ലീവ്സുകളിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോട്ട് ഡോട്ട് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഡോട്ട് ഡോട്ട്സ് എന്ന് പറയുന്നതിന് ഓസ്റ്റിയോൾസ് എന്ന് പറയുന്ന ഓപ്പണിംഗ് ആണ്. ഇവിടെ സ്റ്റെറൈൽ ആയിട്ടുള്ള കൺസെപ്റ്റക്കിൾസ് ഉണ്ട്. കൺസെപ്റ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ നോർമലി ഫെർട്ടൈൽ കൺസെപ്റ്റക്കിൾസിലാണ് സെക്സ് ഓർഗൻസ് ക്രിയേറ്റ് ചെയ്യുക. പക്ഷെ സെക്സ് ഓർഗൻസ് ഇല്ലാതെ തന്നെ ലീഫിൽ കൺസെപ്റ്റക്കിൾസ് ഉണ്ടായിരിക്കും. ഇവര് വേറൊരു പേരും പറയും, ക്രിപ്റ്റോബ്ലാസ്റ്റ് അല്ലെങ്കിൽ ക്രിപ്റ്റോസ്റ്റൊമാറ്റോ എന്ന് പറയും. എന്താണ് ക്രിപ്റ്റോബ്ലാസ്റ്റ് അല്ലെങ്കിൽ ക്രിപ്റ്റോസ്റ്റൊമാറ്റോ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ദീസ് ആർ സ്റ്റെറൈൽ കൺസെപ്റ്റക്കിൾസ് വിച്ച് ക്യാൻ ബി സീൻ ഓൺ ലീഫ്. പിന്നെ another feature we can see on sargassum is the presence of air bladders. സ്ഫെറിക്കൽ ആയിട്ടുള്ള എയർ ബ്ലാഡേഴ്സ് നമുക്ക് ലീഫിൽ കാണുവാൻ സാധിക്കും. ദ ലീവ്സ് ആണ് നമ്മുടെ ലീവ്സ് ഇരിക്കുന്ന സ്ഥാനത്ത് അല്ലെങ്കിൽ ലീവ്സ് മുന്നേ ഉണ്ടായിരുന്ന സ്ഥാനത്ത് അല്ലെങ്കിൽ ലീവ്സിന്റെ സ്ഥാനത്തായിരിക്കും നമുക്ക് എയർ ബ്ലാഡേഴ്സിനെ കാണുവാൻ സാധിക്കും. ഈ എയർ ബ്ലാഡേഴ്സ് ആണ് ഈ സർഗാസത്തിനെ വാട്ടർ ബോഡീസുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ലീവ്സിന്റെ ആക്സിസിലാണ് നമുക്ക് ഈ പറയുന്ന ബ്രാഞ്ചസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡെവലപ്പ് ലോങ് branch flattened or cylindrical structures called as receptacles എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് ആക്സിൽസ് ഓഫ് ലീവ്സിൽ നമുക്ക് കാണാൻ പറ്റും. ദീസ് ആർ ഫെർട്ടൈൽ ആയിട്ടുള്ള
കോൺസെപ്റ്റിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ് റിസെപ്റ്റിക്കിൾസ്. ഈ കോൺസെപ്റ്റിക്കിൾസിലാണ് സെക്സ് ഓർഗൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേസമയം ലീഫിലുള്ള കോൺസെപ്റ്റിക്കിൾസിന് നമ്മൾ ക്രിപ്റ്റോബ്ലാസ്റ്റ് എന്ന് പേര് വിളിക്കുന്നു. റൈറ്റ് സൈഡിൽ സി കാണുമ്പോൾ നമുക്ക് എയർ ബ്ലാഡേഴ്സ് കാണാൻ സാധിക്കും. ലാറ്ററൽ ബ്രാഞ്ചിൽ ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ്, ബ്ലേഡ് കാണാൻ സാധിക്കുന്നു. ആ ബ്ലേഡിന്റെ സൈഡിലായിട്ട് ആക്സിൽസിലായിട്ട് നമുക്ക് റിസെപ്റ്റിക്കിൾസും കാണാൻ സാധിക്കുന്നു. ആ റിസെപ്റ്റിക്കിൾസിനുള്ളിലാണ് സെക്സ് ഓർഗൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ അനാട്ടമി ഓഫ് സർഗാസം നോക്കിയാൽ ലീഫിന്റെയും ആക്സിസിന്റെയും ഒക്കെ അനാട്ടമി നമുക്ക് പഠിക്കുവാൻ സാധിക്കും. ആക്സിസിന്റെ അല്ലെങ്കിൽ സ്റ്റെമ്മിന്റെ അനാട്ടമി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെല്ലുലാർ ഓർഗനൈസേഷൻ ഇവിടെ കാണുവാൻ സാധിക്കും. സെൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന പാരങ്കമാറ്റസ് സെൽസ് ആയിരിക്കും. കംപ്ലീറ്റ് ഓരോ ഫങ്ഷൻസിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും ഈ സെൽസുകൾ. ഇഫ് യു ടേക്ക് എ ക്രോസ് സെക്ഷൻ, ഇങ്ങനെ ക്രോസ് ആയിട്ട് CS അല്ലെങ്കിൽ TS ആയിട്ട് നമ്മൾ ട്രാൻസ്വേഴ്സ് സെക്ഷൻ എന്ന് പറയുന്ന രീതിയിൽ സെക്ഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ഡിഫറെന്റ് സ്റ്റേജസിൽ അല്ലെങ്കിൽ ഇത് ആക്സസ് ഇസ് ഡിഫറൻഷിയേറ്റഡ് ഇൻടു മെരിസ്റ്റോഡം, കോർട്ടെക്സ് ആൻഡ് മെഡുല്ല. മെരിസ്റ്റോഡം എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്. ഇവിടെ നല്ല ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്തിട്ടുള്ള സെൽസുകളായിരിക്കും ഉണ്ടായിരിക്കും. ഇതിനകത്ത് ക്രൊമാറ്റോഫോഴ്സ് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ മെരിസ്റ്റോഡമിൽ തന്നെ ക്യൂട്ടിക്കിളും ഉണ്ടായിരിക്കും. ഔട്ട്സൈഡ് മെരിസ്റ്റോഡെർമിനെ നമ്മൾ എപ്പിഡെർമിസ് എന്ന് വിളിക്കുന്നത് ഇതിനെയാണ്. ബിക്കോസ് ഇറ്റ് ഹാസ് ക്രോമറ്റോഫോഴ്സ് ആൻഡ് ഇറ്റ് ഹാസ് ദ ഫങ്ഷൻ ഫോർ ഫോട്ടോസിന്തസിസ്. രണ്ടാമത്തെ ലെയർ എന്ന് പറയുന്നത് കോർട്ടെക്സ് ആണ്. ഇവിടെയും ഒരുപാട് പാരങ്കമാറ്റസ് സെൽസുകളാണ് കാണാൻ സാധിക്കുക. ഈ പാരങ്കമാറ്റസ് സെൽസിലാണ് റിസർവ് ഫുഡ് മെറ്റീരിയൽസ് എല്ലാം ഫില്ല് ചെയ്ത് വെച്ചിരിക്കുക. എസ്പെഷ്യലി സ്റ്റാർച്ച് ആണെങ്കിലും എന്താണെങ്കിലും അവരുടെ റിസർവ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ലാമിനാരിൻ, മാനിറ്റോൾ തുടങ്ങിയ ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് കോർട്ടെക്സിലാണ്. അത് കഴിഞ്ഞ് കാണുന്നതാണ് നമ്മുടെ മെഡുല്ല എന്ന് പറയുന്നത്. ഇവിടെ തിക്കായി ബോൾ ആയിട്ടുള്ള സെൽസുകളായിരിക്കും. സെന്റർലി ഒക്കുപ്പൈഡ് ആയിരിക്കും. നാരോ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സെൽസുകളായിരിക്കും. സ്കെലറിഫോം തിക്കനിങ്സ് ഒക്കെ ഉള്ളതായിരിക്കും. ഇതിൽ കൂടെയാണ് കണ്ടക്ഷൻ ഓഫ് വാട്ടർ നടക്കുന്നത്. നമ്മുടെ ഹയർ പ്ലാന്റ്സിൽ സൈലോം ഫ്ലോയിങ് ചെയ്യുന്ന അതേ രീതിയിലുള്ള ഫംഗ്ഷൻ ആയിരിക്കും ഇവിടെ ഇവർ ചെയ്യുക. അടുത്ത ലീഫിൽ നമ്മൾ എടുത്തു നോക്കിയാൽ ഇവിടെയും മെരിസ്റ്റോഡേം, മിഡിൽ കോർട്ടെക്സും മെഡുല്ലയും ഒക്കെ കാണുവാൻ സാധിക്കും. മെരിസ്റ്റോഡേമിനും കോർട്ടെക്സിനും മെഡുല്ലയ്ക്കും ഒക്കെ സെയിം കൈൻഡ് ഓഫ് സ്ട്രക്ചർ ആൻഡ് ഫീച്ചേഴ്സ് തന്നെയാണ് ഇവിടെയും കാണുന്നത്. ഇനി ഇവത് കൂടാതെ തന്നെ നമുക്ക് ഓസ്റ്റിയോൾസ് കാണാൻ സാധിക്കും. അതായത് ചെറിയ ചെറിയ ഓപ്പണിങ്സുകൾ കാണാൻ സാധിക്കും ഓൺ ദ സൈഡ് ഓഫ് ദ ലീഫ്. അതായത് മെഡുല്ലയുടെ ഈ പറയുന്ന മെരിസ്റ്റോഡെമിനോട് അടുത്ത. ഇതെന്ന് പറഞ്ഞാൽ സ്റ്റെറിയൽ കോൺസെപ്റ്റിക്കിൾസ് ഉള്ള സ്ഥലമാണ്. ഈ സ്റ്റെറിയൽ കോൺസെപ്റ്റിക്കിൾസ് കണ്ടെയ്ൻസ് പാരാഫൈസസ് എന്ന് പറയുന്ന ഈ നീളത്തിനുള്ള സെൽസുകൾ കാണാൻ സാധിക്കും. ദീസ് ആർ സ്റ്റെറൈൽ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഓൺ ദ ലീഫ്. എയർ ബ്ലാഡേഴ്സിന്റെ സെക്ഷൻ നമുക്ക് കണ്ടാല് ഇവിടെ സെന്ററിൽ മെഡുല്ല കാണില്ല, ഒരു എയർ ക്യാവിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക, സറൗണ്ടഡ് ബൈ മെരിസ്റ്റോഡം, കോർട്ടെക്സ്. റീപ്രൊഡക്ഷൻ സർഗാസം വെജിറ്റേറ്റീവ് ആൻഡ് സെക്ഷൽ മീൻസേ കാണുള്ളൂ. അസെക്ഷൽ റീപ്രൊഡക്ഷനോ ഒരു തരത്തിലുള്ള സ്പോർസുകളോ സൂസ്പോർസുകളോ ഒന്നുമില്ല. ഹയർ വെറൈറ്റി അല്ലെങ്കിൽ ഹയർ അഡ്വാൻസ്ഡ് ടൈപ്പ് ആയത് കാരണമാണ്. Vegetative reproduction by fragmentation. Sexual reproduction എന്ന് പറയുന്നത് oogamous type of reproduction which is the highest അല്ലെങ്കിൽ highly advanced type of reproduction ആണ്. മെയിൽ സെക്സ് ഓർഗനെ നമുക്ക് ആന്ത്രിഡിയ എന്നും ഫീമെയിലിനെ ഊഗോണിയം എന്ന് വിളിക്കുന്നു. Sex organs always it's produced in specially flask shaped structures called concepticles. നമ്മൾ ലീഫിൽ കണ്ടതുപോലെ ഒരു ഓസ്റ്റിയോൾ പോലെ നമുക്ക് കോൺസെപ്റ്റിക്കിൾസ് കാണുവാൻ സാധിക്കും. ആ കോൺസെപ്റ്റിക്കിൾസിലായിരിക്കും ഈ പറയുന്ന സെക്സ് ഓർഗൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ കോൺസെപ്റ്റിക്കിൾസ് എവിടെയായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക? നമ്മൾ നേരത്തെ പറഞ്ഞു ലീഫ് ആക്സിസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന റിസെപ്റ്റിക്കിൾസ് എന്ന് പറയുന്ന ചെറിയ സ്ട്രക്ചേഴ്സിലാണ് കോൺസെപ്റ്റിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുക. അതായത് fertile concepticles which produces the female and male sex organs. മെയിലും ഫീമെയിലും സെക്സ് ഓർഗൻസും സെപ്പറേറ്റ് കോൺസെപ്റ്റിക്കിൾസിലായിരിക്കും. ഒരു കോൺസെപ്റ്റിക്കിൾസിൽ മെയിലും അടുത്ത കോൺസെപ്റ്റിക്കിൾസിൽ ഫീമെയിൽ സെക്സ് ഓർഗൻ, അങ്ങനെ സെപ്പറേറ്റ് ആയിരിക്കും കോൺസെപ്റ്റിക്കിൾസിൽ സെക്സ് ഓർഗൻസ് ക്രിയേറ്റ് ചെയ്യുക. ആന്ത്രിഡിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്സ് ഓർഗനെ മെയിൽ കോൺസെപ്റ്റിക്കിൾസ് എന്നും ഊഗോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്സ് ഓർഗനെ ഫീമെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ കോൺസെപ്റ്റിക്കിൾസ് എന്നും പറയും. പ്ലാന്റ്സുകൾ ഹോമോതാലിക്കോ മൊണേഷ്യസോ ആയിരിക്കാം. ഇനി ആന്ത്രിഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഊഗോണിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് കോൺസെപ്റ്റിക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് സ്റ്റെറൈൽ ആയിട്ടുള്ള ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് നമുക്ക് ഈ കാണാൻ സാധിക്കും along with the ആന്ത്രിഡിയ ഓർ ദ ഊഗോണിയ. ഈ സ്റ്റെറൈൽ അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സ് തന്നെയാണ് നമ്മൾ പാരാഫൈസസ് എന്ന് പറഞ്ഞത്. ഈ പാരാഫൈസസ് നമുക്ക്
ലീഫിനകത്ത് സ്റ്റെറൈൽ കോൺസെപ്റ്റിക്കിൾസിലും ഉണ്ടാവും. ആന്ത്രിഡിയ എന്ന് പറയുന്നത് ഡെവലപ്പ് ഫ്രം ദ ഫെർട്ടൈൽ ലെയർ ഓഫ് ദ ആന്ത്രിഡിയൽ കോൺസെപ്റ്റിക്കിൾസ്. ആ ആന്ത്രിഡിയൽ കോൺസെപ്റ്റിക്കിൾ എന്ന് പറയുന്നത് ഈ പിക്ചർ റൈറ്റ് സൈഡിലെ പിക്ചറിൽ കാണുവാൻ സാധിക്കും. ലാസ്റ്റ് പിക്ചർ എച്ച് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റിക്കിൾ. ആ കോൺസെപ്റ്റിക്കിൾ റൗണ്ട് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഓസ്റ്റിയോൾ അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ് ഉള്ള ഒരു സംഭവമാണ്. അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ നീളത്തിനുള്ള ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് വിച്ച് ആർ പാരാഫൈസസ് ഉണ്ടായിരിക്കും. പിന്നീട് നിറയെ ആന്ത്രിഡിയവും കാണും. ഈ കംപ്ലീറ്റ് സ്ട്രക്ചറിനെയാണ് നമ്മൾ മെയിൽ കോൺസെപ്റ്റിക്കിൾ എന്ന് പറയുന്നത്. ആന്ത്രിഡിയത്തിന് ഒരു സ്റ്റോക്കും ഉണ്ടായിരിക്കും. ആന്ത്രിഡിയ ഇതിന്റെ കോൺസെപ്റ്റിക്കിളിന്റെ ഉള്ളിലുള്ള വാളിൽ നിന്നായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. സോ ആന്ത്രിഡിയയ്ക്ക് പലതരം ഡിവിഷൻസുകൾ നടന്നിട്ടായിരിക്കും ഈ പറയുന്ന ആന്ത്രിഡിയ ഡെവലപ്പ് ചെയ്യുന്നത്. ആദ്യം ഒരു ചെറിയ ഒരു ആന്ത്രിഡിയൽ ഇനിഷ്യൽ ആയിരിക്കും. ആ ആന്ത്രിഡിയൽ ഇനിഷ്യലിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് ഉള്ള ആന്ത്രിഡിയൽ ഇനിഷ്യൽ ആയിരിക്കും. അവിടെ മിയോസിസ് നടക്കുന്നു. പിന്നെ മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നു കഴിഞ്ഞിട്ട് ഒരു 32 to 64 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഈ ന്യൂക്ലിയയിൽ കുറെ സൈറ്റോപ്ലാസവുമാക്കി മെറ്റമോഫോസ് ചെയ്തിട്ട് യൂണിന്യൂക്ലിയേറ്റ് ആയിട്ടുള്ള കിഡ്നി ഷേപ്ഡ് ആയിട്ടുള്ള ബൈഫ്ലജലേറ്റഡ് ഹാപ്ലോയിഡ് ആന്ത്രോസോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. കാരണം ഇനിഷ്യലി പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആണ്. ആ പ്ലാന്റ് ബോഡിയിലുള്ള കോൺസെപ്റ്റൊക്കെ ഒരു സെല്ലിൽ നിന്നാണ് ആന്ത്രിഡിയ ഉണ്ടാവുന്നത്. ആ സെല്ല് ഡിപ്ലോയിഡ് ആയിരിക്കുകയും ആ സെല്ലിൽ മിയോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ ഹാപ്ലോയിഡ് ന്യൂക്ലിയൈ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഉണ്ടാവുന്ന ന്യൂക്ലിയൽസിൽ നിന്നുമാണ് ആന്ത്രോസോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആന്ത്രോസോയിഡ്സ് വുഡ് ബി ഹാപ്ലോയിഡ്. ഇനി ഒരു മെച്ചർ ആന്ത്രിഡിയം എടുത്ത് നോക്കിയാൽ 2 വാൾസ് ഉണ്ടായിരിക്കും ആന്ത്രിഡിയക്ക്. ഔട്ടർ വാളിനെ എക്സോക്കൈറ്റ് ആൻഡ് ഇന്നർ വാളിനെ എൻഡോക്കൈറ്റ് എന്നാണ് പറയുന്നത്. ഇന്നർ വാൾ ജെലാറ്റിനസ് ആയിരിക്കും. ആന്ത്രിഡിയക്ക് ഒരു സ്റ്റോക്ക് ഉണ്ടായിരിക്കും. ആൻഡ് ഇത് നമ്മുടെ കോൺസെപ്റ്റിക്കിൾസിന്റെ ഉള്ളില് ആ ഓസ്റ്റിയോളിന്റെ വാളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ അതിനുള്ളിൽ നിറയെ ആന്ത്രോസോയിഡ്സ് ഉണ്ടായിരിക്കും which will be flagellated and it will be released, and when the anthridial wall is ruptured it is released and liberated. ഊഗോണിയം കോൺസെപ്റ്റിക്കിൾസ് എന്ന് പറഞ്ഞാലും ഇതുപോലെ തന്നെ കാണാൻ ഒരുപോലെ തന്നെ ഇരിക്കും. പാരാഫൈസസ് ഉള്ളിൽ കാണും, വാളിൽ നിന്നും പ്രൊജക്ട് ചെയ്ത്. പിന്നീട് ഊഗോണിയ എന്ന് പറയുന്ന സാധനം ഒരു സ്ട്രക്ചർ ഈ പറയുന്ന കോൺസെപ്റ്റിക്കിൾസിന്റെ വാളിൽ നിന്നും ഉള്ളിൽ നിന്നും വലിയൊരു സ്റ്റോക്കോട് കൂടി പ്രൊജക്ട് ചെയ്ത് ഔട്ട്സൈഡ് ഓസ്റ്റിയോളിന്റെ ഓപ്പണിംഗിൽ പ്രൊജക്ട് ചെയ്ത് നമുക്ക് കാണുവാനിരിക്കും. ഊഗോണിയൽ സെല്ല് എൻലാർജ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. അൺലൈക്ക് ആന്ത്രിഡിയ ഇവിടെയും ഒരു ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻസ് നടക്കുന്നു, മൈറ്റോട്ടിക് ഡിവിഷൻസ് നടന്ന് ടോട്ടൽ ഒരു 8 ന്യൂക്ലിയൈ ആദ്യം ഫോം ചെയ്യും. 8 ന്യൂക്ലിയൈ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 7 ന്യൂക്ലിയയും ഡീജനറേറ്റ് ചെയ്ത് പോയിട്ട് ഒരൊറ്റ ന്യൂക്ലിയൈ മാത്രം ഫങ്ഷണൽ ആയിരിക്കും. ദാറ്റ് വുഡ് ബി ദ എഗ്. മറ്റതിലെ എല്ലാം ഫങ്ഷണൽ ആയിരിക്കും. എല്ലാം ന്യൂക്ലിയസും ഓരോ ആന്ത്രോസോയിഡ്സ് ആയിട്ട് മാറുമ്പോൾ ഇവിടെ ആകെ 8 എണ്ണം ഉണ്ടാകുന്നതിൽ 7 എണ്ണം ഡീജനറേറ്റ് ചെയ്യുന്നു, ഒരെണ്ണം മാത്രം എഗ് ആവുന്നു. അങ്ങനെ ഒരു ഒറ്റ എഗ്ഗുള്ള ഒരുപാട് ഊഗോണിയം നമുക്ക് ഒരൊറ്റ കോൺസെപ്റ്റിക്കിൾസിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ മെയിൽ കോൺസെപ്റ്റിക്കിൾസിൽ നമുക്ക് ഒരുപാട് ന്യൂക്ലിയസും ന്യൂക്ലിയൈ വിത്ത് ആന്ത്രിഡിയ കാണാൻ പറ്റും. ഒരുപാട് ആന്ത്രിഡിയ ഓൺ നമ്മുടെ മെയിൽ കോൺസെപ്റ്റിക്കിൾസിലും മെനി ഊഗോണിയ ഓൺ ഫീമെയിൽ കോൺസെപ്റ്റിക്കിൾസിലും കാണുവാൻ സാധിക്കും. ഇതുപോലെ ആന്ത്രിഡിയൽ വാൾ പോലെ ഇവിടെയും ലേയേഴ്സ് 3 ലേയേഴ്സ് ഉണ്ട്. എക്സോക്കൈറ്റ്, മീസോക്കൈറ്റ്, എൻഡോക്കൈറ്റ്. ഊഗോണിയ കംസ് ഔട്ട് ഫ്രം ദ വാൾ ഓഫ് ദി എൻഡോക്കൈറ്റ് ഏരിയ ആൻഡ് ദ എക്സോക്കൈറ്റ് ഏരിയ. മീസോക്കൈറ്റ് സെൻട്രലായിരിക്കും ഇരിക്കുക. ഊഗോണിയ കംസ് ഔട്ട് ഓഫ് ദ ഓസ്റ്റിയോൾ ഫ്രം ദ കോൺസെപ്റ്റിക്കൽ വാൾ. കോൺസെപ്റ്റിക്കലിന്റെ വാളിൽ നിന്നും പ്രൊജക്ട് ചെയ്തായിരിക്കും ഊഗോണിയ ഉണ്ടാവുക. അതിനൊരു നീളമുള്ള ജെലാറ്റിനസ് സ്റ്റോക്കും ഉണ്ടായിരിക്കും. ഇനി ബേസൽ കോൺസെപ്റ്റിക്കിൾസിന്റെ ബേസൽ സെല്ലിൽ നിന്നും നമുക്ക് നീളമുള്ള സ്റ്റെറൈൽ ലോങ് ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് കോൾഡ് പാരാഫൈസസ് ആർ ഓൾസോ ഡെവലപ്ഡ് ഫ്രം ദ കോൺസെപ്റ്റിക്കിൾ സിമിലർ ടു ദ ആന്ത്രിഡിയൽ വാൾ. ഫെർട്ടിലൈസേഷൻ ഇവിടെ നടക്കുന്നത് എഗ് എന്ന് പറയുന്ന ഊഗോണിയത്തിൽ ഇരിക്കുന്ന എഗ്ഗിന് ചുറ്റും ക്ലംബ് കണക്ഷൻ പോലെ തന്നെ നമുക്ക് എക്ടോകാർപ്പസിൽ കണ്ടതുപോലെ ഒരു ക്ലംബ് ഫോർമേഷൻ ഇവിടെ ഉണ്ടാകും. മെനി ആന്ത്രോസോയിഡ്സ് comes and attaches to the wall of the oogonia. One of the male nucleus enters the oogonia, fuses with the egg nucleus and forms a zygote. Zygote germinate ചെയ്യുകയും പിന്നീട് അവര് ലിബറേഷൻ വഴി ഒരു സബ്സ്ട്രേറ്റത്തിൽ വന്നിരുന്നിട്ട് അവിടെ ഇരുന്ന് ജെർമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. And they develop to form a sporophyte.
സോ ലൈഫ് സൈക്കിൾ പാറ്റേൺ ഓഫ് സർഗാസത്തിൽ ഒരൊറ്റ പ്ലാന്റ് ബോഡിയേ ഉള്ളൂ, 2N ആണ്. അവര് ഫീമെയിൽ കോൺസെപ്റ്റുകളും മെയിൽ കോൺസെപ്റ്റുകളും വഴി ഊഗോണിയം ആന്ത്രിഡിയയും വഴി ഗമേറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഗമേറ്റുകൾ ഫ്യൂസ് ചെയ്തിട്ട് ഡിപ്ലോയിഡ് സൈഗോട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. സൈഗോട്ട് ജെർമിനേഷൻ വഴി നേരെ സർഗാസം എന്നുള്ള പ്ലാന്റ് ബോഡി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സോ എ സിംഗിൾ കൈൻഡ് ഓഫ് പ്ലാന്റ് ബോഡി അല്ലെങ്കിൽ ലൈഫ് സൈക്കിൾ ആണ് ഇവിടെ ഉള്ളത്. സോ ദിസ് ഈസ് ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. ഇത് ചില ഫിയോഫൈസിൻ മെമ്പേഴ്സിന്റെ പിക്ചേഴ്സുകളാണ്. ഒരുപാട് പ്ലാന്റുകൾ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളാണ് കാണിക്കുന്നത്. അവിടെയുള്ള സീ ആനിമൽസിനും ഫിഷസിനും ഒക്കെ ദുരിതങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. താങ്ക് യു.